ബാർകോഴ വിവാദത്തിൽ ഭരണപ്രതിപക്ഷ പോര് തുടരുന്നു. അബ്കാരി നയം തീരുമാനിക്കാൻ ടൂറിസം സെക്രട്ടറിക്ക് എന്ത് അധികാരമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയുമായി സർക്കാർ. UDF കാലത്തും മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സമിതിയിൽ ടൂറിസം സെക്രട്ടറി ഉൾപ്പെട്ടിരുന്നു എന്നാണ് രേഖകൾ. ബാർകോഴ ആരോപണം ഉന്നയിച്ച ബാർ ഉടമ തന്നെ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നെങ്കിലും സംസ്ഥാനത്ത് ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടങ്ങുന്നില്ല. ഇപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ വലിയ വാക്പോരാണ് ഇതിനെ സംബന്ധിച്ച് നടക്കുന്നത്. പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് എക്സൈസ് മന്ത്രിക്കപ്പുറം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ്. എന്തിന് ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെടുന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ നേതാക്കൾ ചോദിക്കുന്നത്. അതിന് കാരണം ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗവും ഈ വിവാദം വന്ന ശേഷം അത് അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല, മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടില്ല എന്ന വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഡയറക്ടർ രംഗത്ത് എത്തിയതുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം. എന്നാൽ ഇതിനെ സർക്കാർ പ്രതിരോധിക്കുന്നത് UDF കാലത്ത് പ്രധാനപ്പെട്ട ഒരു രേഖ പുറത്തുവിട്ടുകൊണ്ടാണ്. അതായത് മദ്യനയം തീരുമാനിക്കാൻ, മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ആദ്യമല്ല എന്നതിന്റെ രേഖകളാണ് പുറത്തുവരുന്നത്. 2015 നിയമസഭയിൽ KK നാരായണൻ, പുരുഷൻ കടലുണ്ടി, ബാബു പാലശ്ശേരി, S രാജൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് K ബാബു അന്നത്തെ എക്സൈസ് മന്ത്രി നൽകിയ മറുപടിയിലാണ് ടൂറിസം സെക്രട്ടറിയെ ഉൾപ്പെടുന്ന ഒരു സമിതി മദ്യനയത്തെ സംബന്ധിച്ച ചർച്ചകൾക്കായി, പ്രധാനപ്പെട്ട ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുള്ളത്, വിവരങ്ങൾ ഉള്ളത്. 2014-15 വർഷത്തെ മദ്യനയത്തിൽ 5 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ലൈസൻസ് നൽകിയാൽ മതിയെന്ന് UDF സർക്കാർ തീരുമാനിച്ചു. വളരെ വിവാദമായ തീരുമാനമായിരുന്നു അത്. അതിനെ തുടർന്നാണ് ബാർകോഴ ആരോപണം അടക്കമുള്ളവ പിന്നീട് ചർച്ചയായി വന്നതും. അന്ന് ഈ ആരോപണം വന്നപ്പോൾ, ഈ വിഷയം വരുമ്പോൾ അങ്ങനെ സഭയിൽ നൽകിയ മറുപടിയിൽ 5 സ്റ്റാറിന് താഴെ നിലവാരമുള്ള ഹോട്ടലുകൾ ലൈസൻസ് റദ്ദാക്കാനും ബെവറേജ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിവയുടെയൊക്കെയുള്ള വിദേശ മദ്യ ഔട്ട്ലെറ്റുകൾ വർഷം തോറും 10% തീരുമാനിച്ചിരുന്നു. അതിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ 5 സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ ഇത് എങ്ങനെ ടൂറിസം മേഖലയും തൊഴിൽ മേഖലയും ബാധിക്കുമെന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് അന്നത്തെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ, ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയത്. അതിന്റെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തുകയും ബിയർ വൈൻ വിതരണം ചെയ്യാൻ ലൈസൻസുകൾ കൂടുതലായി അനുവദിക്കുകയും ചെയ്തു. 2014-15 വർഷത്തിൽ സമഗ്രമായ അബ്കാരി നയം രൂപീകരിക്കുന്ന ശുപാർശകൾ സമർപ്പിക്കുന്നതിന് ഉള്ള കമ്മീഷനും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടൂറിസം വകുപ്പ് ഈ വിഷയത്തിൽ മദ്യനയ രൂപീകരണത്തിൽ, മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ആദ്യമല്ല. ടൂറിസം വകുപ്പിന് ഇക്കാലത്ത് നിർണായകമായ റോളുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾക്കുള്ള മറുപടിയായാണ് സർക്കാർ ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ബാർകോഴ ആരോപണത്തിന്റെ പ്രഭവ കേന്ദ്രം തന്നെ ആ ആരോപണം നിഷേധിക്കുന്നുവെങ്കിലും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിഷയമായി, ഭരണ പ്രതിപക്ഷ പോരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ബാർകോഴ ആരോപണവും മദ്യനയത്തിന്റെ മുന്നോടിയായുള്ള ചർച്ചകളും മാറുകയാണ്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും VV അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാർകോഴ വിവാദത്തിൽ ഭരണ പ്രതിപക്ഷ പോര് മുറുകുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം VD സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സർക്കാർ നൽകുന്നത്.